അവരുടെ ഓക്കെ മുഷ്കില്ലേ. എന്നെ പോലെ ഇന്തോനേഷ്യയിലെ താജ്മഹൽ കാണാൻ വേണ്ടി വന്നൊരു കുടുംബത്തെ, ഒരു ഇന്ത്യൻ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റിയ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു ദിവസമാണ് ഇന്ന്. അവരുടെ മോൻ അപകടത്തിൽപ്പെടുകയും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുകയും ഡോക്ടറോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരാളുടെ ബുദ്ധിമുട്ടിൽ ആദ്യം ഓടിയെത്തുന്നത് ഒരു മലയാളി ആയിരിക്കും അല്ലേ. അതിൽ നമ്മൾ അവരുടെ ജാതിയോ മതമോ ഏത് രാജ്യക്കാരനാണെന്നോ ഏത് സംസ്ഥാനമാണെന്നോ ഒന്നും നോക്കില്ലല്ലോ. അതുപോലൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് കേട്ടോ. നമ്മുടെ എല്ലാ വീഡിയോയിലും എപ്പോഴും കാണാറുള്ളത് ഇന്തോനേഷ്യയിലെ ശാന്തമായ ഗ്രാമവും വില്ലേജ് വൈബ്സ് ഒക്കെ അല്ലേ. എന്നാൽ ഇന്നത്തെ കഥ മാറിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയുടെ ഹൃദയമായിട്ടുള്ള ജക്കാർത്തയിലാണ്. നല്ല ഒന്നാം തരം തിരക്കുള്ള ജക്കാർത്ത. ഇവിടുത്തെ ട്രാൻസ് ജക്കാർത്ത ഇലക്ട്രിക് ബസ്സിലൊക്കെ കയറി ഈ ഫാസ്റ്റ് ലൈഫിൽ കൂടെ നമ്മൾ പോകുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമാ നിസ്കാരം ഉണ്ട്. അപ്പോൾ ജുമാ നിസ്കാരം കൂടുന്നത് ഇന്തോനേഷ്യയിലെ താജ്മഹലിലാണ് കേട്ടോ. നമ്മുടെ മസ്ജിദുൽ ഇസ്തിഖ്ലാൽ ഏകദേശം 2-2.5 ലക്ഷത്തോളം ആൾക്കാർക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന ഒരു വലിയ പള്ളിയാണ്. അത് പള്ളി എന്നുള്ളതിനുപരി അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്മുടെ നാട്ടിലെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന മാതിരി ഇന്തോനേഷ്യയിൽ കുറേ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് മസ്ജിദുൽ ഇസ്തിഖ്ലാൽ. Assalamualaikum semuanya. Ini ke India ya dulu. Assalamualaikum semuanya. Ini Ishak Mire sama Muhammad Farok. വെറുതെ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിനേക്കാളും യാത്ര ഭംഗിയുള്ളതാവുന്നത് അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോഴേക്കാണല്ലോ. അവരുടെ ആൾക്കാരോടൊക്കെ സംസാരിച്ച് അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നതൊക്കെ അറിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം അത് വേറെ അല്ലേ. ഇന്നിപ്പോൾ എൻ്റെ കൂട്ടാളി ദേ ഈ ഇരിക്കുന്ന ചൈനക്കാരനാണ് കേട്ടോ. ആൾ ഇന്തോനേഷ്യക്കാരനാണ്, പക്ഷേ ചൈനീസ് വംശജനാണ്. ഇന്തോനേഷ്യയുടെ തിരക്കേറിയ റോഡിലൂടെ ഒരു ഇലക്ട്രിക് ബസ് പിടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൻ്റെ പുറത്തൂടെ നോക്കുമ്പോഴത്തേക്കും തിരക്കേറിയ ലൈഫാണ് കേട്ടോ കാണുന്നത്. ജോലി തിരക്കിനിടയിൽ ഭക്ഷണം പാകം ചെയ്യാൻ പറഞ്ഞ ആൾക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകളും, രാവിലെ ചോക്ലേറ്റ് കഴിക്കുന്ന ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അമ്മച്ചീൻ്റെ, ചോക്ലേറ്റ് കഴിക്കുന്ന അമ്മച്ചിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രാമത്തിലുള്ള പോലെയല്ല, എല്ലാവരും ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാര്യം ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഇവിടെ നല്ല ഫൈനൊക്കെ കിട്ടും. പല സ്ഥലത്തും പോലീസുകാർ നിൽപ്പുണ്ട്. അപ്പോൾ പോലീസുകാരുള്ളതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇട്ട് നല്ലപോലെ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചാണ് കേട്ടോ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച അടിപൊളിയാണ്. നമ്മൾ പോകുന്നത് ഇലക്ട്രിക് ബസ്സാണ്. ബസ്സിൽ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും അത് ഏത് സ്ഥലമാണെന്നൊക്കെ ഉള്ളത് അവിടുത്തെ ബോർഡിൽ ഇങ്ങനെ എഴുതി പോകുന്നുണ്ട് കേട്ടോ. പക്ക എനിക്കൊരു ദുബായ് മോലേക്കാണ് തോന്നിയത്. ഇവരുടെ ട്രാൻസ്പോർട്ട് സൗകര്യം അല്ലെങ്കിൽ എന്താ പറയുക ഗതാഗത സൗകര്യമൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മാളുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. കുഞ്ഞല്ല, വേണ്ട സൂം ഔട്ട് ആക്കിയപ്പോഴത്തേക്കും വലിയ മോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ മാളുകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. സമയം 8:30 ആയിട്ടുള്ളൂ. ബസ് സ്റ്റോപ്പ് എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എനിക്ക് കൗതുകരമായിട്ട് തോന്നിയത്. ബസ് സ്റ്റോപ്പ് റോഡിൻ്റെ നടുക്കാണ്. റോഡിൻ്റെ നടുക്കുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പ് വെച്ചാൽ അങ്ങനെ ആൾ കയറി ഇറങ്ങുന്നൊന്നും വിചാരിക്കേണ്ട. അതിന് അതിൻ്റേതായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. Aku temannya Pak Muhammad Farok. Iya. Aku di Masjid Istiqlal. Sudah. Ini aku di Masjid Istiqlal. എനിക്ക് കിട്ടിയ ആദ്യ ഇരയാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പൊ ആളുടെ ഇരയാണ് ഞാനായത്. ആളെന്നെ കത്തിവെച്ച് കൊല്ലുകയാണ്. പുള്ളിക്കാരൻ ബോറടിച്ചിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ പോയി കമ്പനി കൊടുത്തതാണ്. ഞാൻ നമ്മുടെ വീഡിയോസ് ഒക്കെ ലാപ്പിൽ കിടന്നത് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ആള് ഭയങ്കര ഹാപ്പി ആയി. ഇത് നിന്റെ വീടാണോ, ഇത് നിന്റെ വൈഫാണോ, നീ താമസിക്കുന്ന ഇന്തോനേഷ്യയിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയി. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയുടെ മുമ്പിലാണുള്ളത്. പള്ളിയുടെ മുമ്പിലല്ല, പള്ളിയുടെ ഉള്ളിൽ. ഇന്തോനേഷ്യ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായി പോകും. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനൊരു പള്ളി ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഭോപ്പാലിൽ എവിടെയാണ്. അതിനുശേഷം നമ്മുടെ ജമാ മസ്ജിദ്, ജമാ മസ്ജിദിൻ്റെയൊക്കെ 10 ഇരട്ടി വലിപ്പമുള്ള പള്ളിയാണ് ഇത്. 2.5 ലക്ഷം പേർക്ക് ഒറ്റ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന, അത് പുറത്തൊന്നുമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ 2.5 ലക്ഷം പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ അവർ ഒരു വലിയൊരു പള്ളി ഉണ്ടാക്കുമ്പോഴത്തേക്കും അവരുടെ പ്രസ്റ്റീജ് വെച്ചിട്ടായിരിക്കും ആ പള്ളി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വിചാരിക്കാത്ത കുറേ സംഭവങ്ങൾ ഈ പള്ളിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു പള്ളി ഹലോ ഗൈസ്, നശിപ്പിച്ച് നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം മിസ്സാവും കേട്ടോ. 2.5 ലക്ഷം പേർക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയിൽ ഇന്ന് എത്ര പേരാണ് വന്നിരിക്കുന്നത് ഇന്ന് ജുമ കൂടാനെന്നും പിന്നെ ഈ പള്ളിയിലെ പ്രത്യേകതരം ജുമായും പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്തോനേഷ്യക്കാരുടെ അഭിമാനമായ പള്ളി ആയതുകൊണ്ട് ഇവരിവിടെ കുറച്ച്
എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ജുമായിൽ. ഒളു എടുത്തിട്ട് മുകളിലേക്ക് കയറുകയാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഫുൾ നമുക്ക് ലൈറ്റ് അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഈ സ്റ്റീൽ എല്ലാ സംഭവങ്ങളും കൂടെ തിളങ്ങുന്ന മാതിരിയാണ് തോന്നുന്നത്. എല്ലാ ഭാഗത്തും കയറുന്നതിൻ്റെ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം വഞ്ചി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് എന്തെങ്കിലും സതക്ക ഇടാനായിട്ടുള്ള. പിന്നെ ഇവർ ഹൈടെക് ആയതുകൊണ്ട് വഞ്ചിയിലൊക്കെ QR കോഡൊക്കെയാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. QR കോഡ് ഞാൻ NFC വരെ കണ്ടു കേട്ടോ വഞ്ചിയിൽ. കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പൈസ ഇടാതിരിക്കണ്ട. അതുകൊണ്ട് QR കോഡും NFCയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ വഞ്ചികളിലുണ്ട്. ഇലക്ട്രോണിക് കാണിക്ക വഞ്ചികൾ വരെ പല സ്ഥലത്തും ഇരിപ്പുണ്ട്. പല സമയത്ത് നമുക്ക് തോന്നിപ്പോകും ഇതൊരു ഷോപ്പിംഗ് മാൾ ആണോ എന്ന് കേട്ടോ. അത്രയ്ക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കാര്യം സ്ത്രീകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് സൈഡിലൊക്കെ സ്ത്രീകൾ ഇരിപ്പുണ്ട്. അവർ ഇപ്പം നിൽക്കുന്നുണ്ട്. പല ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുട്ടികൾ ഓടി കളിക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഫീലിംഗ് ആണ്. പക്ഷേ പള്ളീനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും ഇവിടെ ഇരിക്കുന്നതും സന്തോഷിക്കുന്നതും റെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. മുസല്ല ഇട്ടേക്കുന്ന ഒരു കാർപ്പറ്റ് വിരിച്ചേക്കുന്ന ഭാഗത്തിന് മുന്നോട്ട് പോയാലാണ് കറക്റ്റ് പള്ളീൻ്റെ ഫീല് കിട്ടുക. ഞാനാണെങ്കിൽ സ്ഥലം ഇത്രയും കിടന്നിട്ടും ഞാൻ സ്ഥലം അന്വേഷിച്ച് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫോണും കൂടെ ചാർജ് ചെയ്യാൻ ഒരു സോക്കറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ജുമ കഴിയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സ് നിറയും, ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയൊക്കെ ബാറ്ററി നിറയും. ഇവിടുത്തെ ജുമ കുറച്ച് നീണ്ടു നിൽക്കുന്ന ജുമാണ് കേട്ടോ. വലിയ സ്ക്രീൻ, TV സ്ക്രീനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ജുമായ്ക്ക് മുമ്പ് ഇവർ വലിയൊരു പ്രത്യേക രീതിയിലെ പ്രസംഗങ്ങളും പിന്നെ പല സമയത്ത് ഇവിടെ ഗസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക എൻട്രൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അവിടെ VIP എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പള്ളിയിലേക്ക് കയറാനായിട്ടുള്ള കുറേ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇവിടെ മിനിസ്റ്റർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോൾ അവർ അതുവഴിയാണ് എൻട്രി ചെയ്യുക. menyampaikan beberapa informasi dan agenda hari ini. A'udzu billahi minasyaitonir rajim. Bismillahirrahmanirrahim. وإذ قال إبراهيم رب اجعل هذا البلد آمنا تذكرون فاذكروا الله العظيم يذكركم واشكروه على نعمه يزدكم ما تصنعون وأقم الصلاة. നിസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ പള്ളിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം. അതാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ചുറ്റിക്കറങ്ങാൻ നീറ്റതും ദൂരെ അവിടെ രണ്ടാൾക്കാർ ഇരിക്കുന്നു. അതിൽ ഒരാൾ കണ്ടിട്ട് മലയാളീനെ പോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ അവരെ അടുത്തേക്ക് നിന്നിട്ട് സംസാരിച്ച് അപ്പോഴാണ് മനസ്സിലായത് അവർ കർണാടകത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ശരിക്കും കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇവരാണ് ഞാൻ പറഞ്ഞില്ലേ, ആ മോനൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ആ ബുദ്ധിമുട്ടിൽ എനിക്ക് സഹായമായിട്ടോ സപ്പോർട്ടായിട്ടോ ചെന്നെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഇവരിലാണ് കേട്ടോ. എന്താ ശരിക്കും പറ്റിയെന്ന് പറയാം. अस्सलाम वालेकुम। हिंदी जी, मैं केरला से। आप जी 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 कर्नाटक का है। मोहम्मद हसैन खान। इनका नेशनल लेवल का कंपटीशन है इधर रोबोट का। ओके ओके। एक रोबोट बनाए है, वो रोबोट के लिए सिलेक्शन हुआ है। ആക്ച്വലി അവർ കർണാടകയിൽ നിന്നാണ്. മോനൊരു റോബോട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ആളൊരു റോബോട്ട് ഉണ്ടാക്കിയതിൻ്റെ സെലക്ഷൻ കിട്ടിയിട്ട് ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിൽ വന്നിരിക്കുകയാണ്. മറ്റന്നാളാണ് അതിൻ്റെ കോമ്പറ്റീഷൻ. ഡേ ആഫ്റ്റർ ടുമാറോ? 2 ദിവസം കൂടെ ഉണ്ട് ആ ഒരു പരിപാടിക്ക്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇസ്തിക്ലാൽ പള്ളിയിൽ വെച്ചിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. ഞാൻ ആദ്യം വിചാരിച്ച പെഹ്ലെ ബാർ മേ ദേഖാ മേ സോച്ചാ കേരള സേ. പുരുഷന്മാർക്കുള്ള എൻട്രൻസ് അതും സ്ത്രീകൾക്കുള്ള എൻട്രൻസ് ഇതുമാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും മീൻസ് സെക്യൂരിറ്റി സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. എനിക്കൊന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എടുത്തു വരേണ്ട സംഭവം എന്താ വെച്ചാൽ ഇവിടെയുള്ള പല കാര്യത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുണ്ട് കേട്ടോ. കാര്യം ഇതിൻ്റെ ഉള്ളിലുള്ളത് ആ ഒരു ഇതുണ്ടല്ലോ, ഡോം ഉണ്ടല്ലോ, ഡോം. അതിൻ്റെ ഡയമീറ്റർ 45 മീറ്ററാണ്. 1945 ഇന്തോനേഷ്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവർ ആ ഡോം, ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഡോം, മറ്റേ മിനാരല്ല, മറ്റേ സാധനം, അതിന് 45 ഡയമീറ്റർ കൊടുത്തേക്കുന്നത്. 5 നിലയാണ് ഈ കെട്ടിടത്തിനുള്ളത്. അതിൽ അവർ പറയുന്നത് ഇസ്ലാം കാര്യം 5 ആണല്ലോ, ആ ഇസ്ലാം കാര്യം 5 അവർ 5 നിലയുള്ള കെട്ടിടം കൊടുത്തേക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മിനാര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ബിൽഡിങ്ങിന് ഒരൊറ്റ മിനാരേ ഉള്ളൂ. ആ മിനാരത്തിൻ്റെ ഹൈറ്റ് 6666 മീറ്ററാണ്. ഖുർആനിൽ 6666 ആയത്തുകളുണ്ടല്ലോ,
അതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവർ ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇത് കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്ന ഡിസൈൻ ചെയ്തേക്കുന്ന ആർക്കിടെക്റ്റ് ഒരു മുസ്ലിം ഒന്നുമല്ല, പുള്ളിക്കാരൻ ഒരു ക്രിസ്ത്യൻ ആർക്കിടെക്റ്റാണ്. അത് മത്സരത്തിൽ കോമ്പറ്റീഷനിലൂടെ ആളുടെ ഡിസൈൻ ചൂസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കഥയും ഇതിന് പറയാനുണ്ട്. ഈ ഒരു പള്ളീൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്ന ബെസിലിക്ക ചർച്ച്, താഴെ കൂടെ ഒരു തുരങ്കമുണ്ട്. പള്ളീൻ്റെ ഉള്ളിലൂടെ താഴെ കൂടെ തുരങ്കത്തിലൂടെ നമുക്ക് അവിടെ ചർച്ചിലെത്താം. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിനും കാര്യങ്ങൾക്കുമൊക്കെ പള്ളിയിൽ ആളുകൾ കൂടുതൽ വരുമ്പോൾ പാർക്കിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മളെ ചർച്ചിൻ്റെ പാർക്കിംഗ് ആണ്. അതുപോലെ ക്രിസ്മസിനും പിന്നെ കുർബാന അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ അവിടെ തിരക്ക് കൂടുമ്പോഴത്തേക്ക് പാർക്കിങ്ങിന് ഉപയോഗിക്കുന്നത് പള്ളീൻ്റെ പാർക്കിംഗ് ആണ്. ജസ്റ്റ് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കും. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ മതപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ഉണ്ടാവാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത്. സൗഹാർദ്ദത്തിൻ്റെ തുരങ്കം എന്നാണ് ആ തുരങ്കത്തിന് പറയുന്നത്. റഫേനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിക്കണം ഈ സ്ഥലം ഓർമ്മയുണ്ടോയെന്ന്. കാര്യം ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് സംസാരിച്ചതും പിന്നെ ഉമ്മീനെ വീഡിയോ കോൾ ചെയ്യുന്നത്. റഫ ആദ്യമായിട്ട് ഉമ്മീനെ വീഡിയോ കോൾ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. റഫേനെ ഫോൺ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്താണ് കർണാടകക്കാർ ഓടി വരുന്നത് കേട്ടോ. എന്നോട് പറഞ്ഞു, മോനെ ഒരു ഹെൽപ്പ് വേണം, ഇവിടെ അടുത്താണ് ഹോസ്പിറ്റലുള്ളത്, മോന് മുഖത്ത് അലർജി കാരണം പെട്ടെന്ന് എന്തോ പൊന്തി വന്നു, മുഖം ഫുള്ളിങ്ങനെ വീർത്ത് വീങ്ങി വരുന്നുണ്ട്, അവനൊരു അലർജി ഉണ്ട്, അവൻ ഇന്ന് ഉച്ചയ്ക്ക് കൊഞ്ച് നമ്മുടെ ചെമ്മീൻ കഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് അലർജി ഉള്ളതാണ്, പക്ഷേ അറിഞ്ഞില്ല, അങ്ങ് കഴിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് വേറെ എന്തൊക്കെയാണ് കേട്ടോ. ഇവിടെ ശരിക്കും റൂമസാക്കിയിൽ നിന്ന് വേണം സെർച്ച് ചെയ്യാൻ ഇന്തോനേഷ്യയിൽ വന്നാൽ. പള്ളിയിൽ തന്നെ മസ്ജിദിൽ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടുത്തെ സ്റ്റാഫിനോട് വെച്ചപ്പോൾ അവർ പറഞ്ഞു അതെ ഉണ്ട്, ഡോക്ടറുണ്ട്, ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉടനെ നമ്മൾ അവരെയൊക്കെ കൊണ്ട് താഴെ പോയി ഡോക്ടറിനെ കാണിക്കുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. देखने में बड़ा लड़का 17-18 മാതാപിതാക്കൾക്ക് മക്കളെപ്പോഴും ചെറിയ കുട്ടികളായിരിക്കുമല്ലോ. അവന് ശരിക്കും ഇഞ്ചക്ഷൻ വെക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് മരുന്ന് മതി എന്ന് പറഞ്ഞു, ടോണിക്കോ ടാബ്ലറ്റോ എന്തെങ്കിലും മതിയെന്ന്. അപ്പോൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഇഞ്ചക്ഷൻ തന്നെ വേണമെന്ന് ഡോക്ടറും പറഞ്ഞു. പക്ഷേ അവന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ ആളല്ലേ ഇങ്ങനെ കരയാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നാണക്കേടല്ലേ. ഇങ്ങനെയൊക്കെയാണ് പണ്ട് എൻ്റെ അടുത്തും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് പറയാം ഡോക്ടറും അവിടെയുള്ള ആൾക്കാരൊക്കെ. അതുപോലെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും അവർ ഉമ്മ പറയാണ്, അയ്യോ അവൻ കൊച്ചു പയ്യനാണ്, അവന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ്റെ ഉയരവും തടിയൊന്നും കണ്ടിട്ട് വലിയ ചെക്കനാണെന്ന് വിചാരിക്കല്ലേ, അവൻ്റെ ഇത്ത പഠിക്കുന്ന എഞ്ചിനീയറിങ്ങിനാണ്, ആ കുട്ടീനെ കാട്ടിയും ഇളയതാണ്, നല്ല ചെറുതാണ്, പക്ഷേ അവന് നല്ല പൊക്കവും തടിയും വെയിറ്റൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാപ്പിയെയും ഉമ്മയെയാണ് അവിടെ എനിക്ക് കാണാൻ പറ്റിയത്. കാര്യം ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്തും അവരിങ്ങനെ കറങ്ങി നിൽക്കുകയാണ്, ഏത് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്, ഏത് മരുന്നാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേടിക്കുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ഈ ഡോക്ടർമാർക്ക് ഇഷ്ടമില്ലാതെ വരുമോയെന്നൊക്കെ, അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫിന്. കാര്യം അവരെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, ഏത് മരുന്നാണ് എൻ്റെ മോന് ഇഞ്ചക്ട് ചെയ്യുന്നത്, പിന്നെ ഏത് മരുന്നാണ് കൊടുക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സംഭവം അങ്ങനെ തന്നെ വേണമല്ലോ. നമ്മളിപ്പോൾ നമ്മുടെ മോന് ഏത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ അറിയണമല്ലോ. പരിശോധിച്ച് ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്നൊക്കെ പറഞ്ഞു. കുറേ നേരം സംസാരിച്ച് മറ്റന്നാൾ അവന് മത്സരമാണ്. അവൻ ഇങ്ങനെ ഒരു അലർജി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റിയതും മെഡിസിൻ കൊടുക്കാൻ പറ്റിയതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്, വലിയ ഹെൽപ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഡോക്ടറിനോടല്ലേ താങ്ക്സ് പറയേണ്ടത്. കാര്യം ₹1 പോലും അവിടെ ഹോസ്പിറ്റലിൽ അവിടെ വാങ്ങിയില്ല കേട്ടോ, ₹1 പോലും വാങ്ങിച്ചില്ല. പൈസ വാങ്ങിക്കുന്നതിനേക്കാളും ഉപരി ഭയങ്കര സ്നേഹത്തോടെയും സോഫ്റ്റായിട്ടാണ് ആ ഡോക്ടർമാർ, 3 ഡോക്ടർമാരുണ്ടായിരുന്നു. കാര്യം അവർക്ക് വല്ലപ്പോഴും കൂടിയായിരിക്കും ഇതുപോലൊരു കേസൊക്കെ വരുന്നത്. സ്നേഹത്തോടെയൊക്കെ നല്ലപോലെ പെരുമാറിയാണ് അവന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തത് കേട്ടോ. അവന് ഇടയ്ക്ക് വെച്ചിട്ട് വയ്യാതെ വന്നിട്ട് നമ്മളിപ്പോൾ ഡോക്ടറിനെയൊക്കെ കണ്ട് എന്തായാലും ഒരു ഹാപ്പിയാണ്. ഇന്തോനേഷ്യയിലെ ഡോക്ടേഴ്സ് ബഹുത് അച്ഛാണ്, വെരി ഗുഡ്. അവരുടെ ഓക്കെ മുഷ്കില്ലേ. എൻ്റെ അടുത്ത് താങ്ക്സ് പറയാണ്. ഞാൻ അവരുടെ കൂടെ പോയി ലാംഗ്വേജ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തതിന്. ഡോക്ടേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ, പൈസ ഒന്നും വാങ്ങിച്ചില്ല, ഫ്രീ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര സ്നേഹത്തിൽ ലൈക്ക് 3 ഡോക്ടേഴ്സ് അറൗണ്ട് ഹിം. 3 ഡോക്ടേഴ്സ് ചക്കൻ്റെ ചുറ്റും നിന്ന് ഇങ്ങനെ മോനെ ചക്കരയെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ബാബു സബർത്തിന് മോനെ എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് ഇവിടുത്തെ പൊതുവെ ഇംഗ്ലീഷ് കുറവായതുകൊണ്ട് ഞാൻ അവർക്കെല്ലാം തർജ്ജമ ചെയ്ത് കൊടുത്തു കേട്ടോ. എനിവേ സോ ഹാപ്പി ടു മീറ്റ് യു ഓൾ ദ ബെസ്റ്റ്. ചെക്കൻ ഭയങ്കര ഇതാണ് കേട്ടോ, എന്താ സ്മാർട്ടാണ്. ബൈയൊക്കെ പറഞ്ഞിട്ട് ഒരു പോയേട്ടോ. റഫേനെ ഫോൺ വിളിക്കുന്ന സമയത്താണല്ലോ ഇവർ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ സ്ഥലത്തിരുന്നിട്ട് റഫേനെ വിളിക്കാണ്.
ഹലോ അസ്സലാമു അലൈക്കും. പകുതിക്ക് വെച്ച് നിർത്തിയ റഫേൻ്റെ ഫോൺ കാൾ വീണ്ടും റഫേനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എവിടുന്നോ ഇല്ലാതെ എൻ്റെ അടുത്തോട്ട് വന്നു. ഈ കൊച്ചു വന്നിട്ട് എനിക്കൊരു പുഡിങ് എന്തൊരു സാധനം തരുന്നുണ്ട് കേട്ടോ. ഡു യു നോ ദിസ് പ്ലേസ്? Which? How you know this place? Our first day. Our first day. Yeah. Hadiah ya? Huh? Hadiah. Not hadiah. It's apa? You speak Indonesian? Yeah, bisa. Oh, where are you from? I'm from India. Oh, India. Yeah. Is it namaste? It's time for. Thank you so much. Give good things for people. Oh. I'm sharing a good things. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന്. അത് ഞാനിങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. എന്തോ ഈ കൊച്ചു എന്തോ നിയത്ത് വെച്ചിട്ട് ഇവിടെ വരുന്ന പള്ളിയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു ഫുഡ് ഇങ്ങനെ സദക്ക പോലെ ഗിഫ്റ്റ് കണക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. എന്തോ ഒരു നിയത്തുണ്ട് അതിന്. ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ Strawberry. Dessert ya? Strawberry milk pudding. Oh, strawberry milk Or pudding. do you want to try the avocado? Avocado. Can I try both? പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചോദിച്ചു നിങ്ങൾ കണ്ടൻറ് ക്രിയേറ്റർ ആണോ? ഞാൻ പറഞ്ഞ് അങ്ങനെ കണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടൊന്നുമില്ല. ആളെനിക്ക് 3 എണ്ണം തന്നു കേട്ടോ, 3 ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ബ്ലാക്ക്, ഒന്ന് സ്ട്രോബെറി, പിന്നൊന്ന് ഇത് അവക്കാഡോ പുഡിംഗ് ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഇടും, പിന്നെ യൂട്യൂബിലും വീഡിയോ ഒക്കെ ഇടുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരെന്ന് പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഫാറൂഖ് എന്നാണ്, മുഹമ്മദ് ഫാറൂഖ്, അല്ലെങ്കിൽ ഇന്തോനേഷ്യ മരുമകൾ എന്ന് സെർച്ച് ആക്കിയാലും മതി. അവരത് സെർച്ച് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഫോണിൽ അത് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് സി ഐ ഓൾറെഡി ഫോളോ യു എന്ന്. Oh, I think I've seen you. Is it? Yeah. I've seen you. Is it? Yeah, I've seen you. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്തോനേഷ്യയിലും നമ്മളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നതെന്ന് കേട്ടപ്പോഴത്തേക്കും അടിപൊളി ഭയങ്കര ഹാപ്പിയായി. നിൻ്റെ ഹാപ്പിനെസ് ഒക്കെ ഞാൻ തീർത്തരാടാ, നീ വേഗം വീട്ടിലോട്ട് വന്നായിരിക്കും ചിലപ്പോൾ റഫ വിചാരിക്കുന്നത് കേട്ടോ. റഫ ഫോണ് ലൈവ് ആയിരുന്നു, റഫ ഫോണ് കട്ട് ചെയ്തിട്ടില്ല. ഇത്ര നേരം റഫ അടുത്ത് സംസാരിക്കാതിരുന്നിട്ട് റഫ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം റഫ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. Kelas berapa? Beda-beda kelas. Beda-beda ya? കണ്ടാൽ തന്നെ മനസ്സിലായല്ലോ ഭയങ്കര വിസ്തീർണമുള്ള പള്ളിയാണ് കേട്ടോ. ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവർ സ്കൂളിൻ്റെ ടൂറിൻ്റെ ഭാഗമായിട്ട് പള്ളിയിലേക്ക് വന്നിട്ട് 1 day ടൂറാണ് കേട്ടോ. ഇവിടെ വന്നിരുന്ന് അവർ പഠിക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. ഇസ്തിക്ലാൽ മോസ്കിൻ്റെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ കയറാൻ പോകുന്നത് ഇപ്പോൾ ഇന്തോനേഷ്യയിലൊരു പ്രീമിയം എക്കോണമി ട്രെയിനിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അതിഗംഭീരമാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. സംഭവം ഉഷാറാണ് കേട്ടോ ഈ ട്രെയിൻ യാത്ര. ഇതിലിരുന്ന് ഇപ്പോൾ തന്നെ നമ്മളെടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ഇനി ലേറ്റ് ആവില്ല, വീഡിയോ കുറച്ച് ലേറ്റായി. അപ്പോൾ ഓക്കെ, ബൈ.